Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA കോഴ്സ് ഓഫർ ചെയ്യുന്ന MDCയുടെ ആണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ആൻസർ കീ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് വെഞ്ചർ ക്യാപിറ്റൽ, എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. Venture capital is a type of private equity financing that is provided to early stage, high potential, high risk startup companies with a goal helping them grow and expand. പുതിയതായി തുടങ്ങുന്ന സംരംഭം അതേപോലെ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ളതും നല്ല ഹൈ റിസ്ക് ഉള്ളതുമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ദീസ് കമ്പനീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഇക്വിറ്റി, അവരുടെ കയ്യിലെ എമൗണ്ട് കൊടുത്ത് അവർ ഇക്വിറ്റി പർച്ചേസ് ചെയ്യണം, ഓർ ആൻ ഓണർഷിപ്പ് സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്. വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ക്രിട്ടിക്കൽ സോഴ്സ് ഓഫ് ഫണ്ടിങ് ഫോർ മെനി ഇന്നോവേറ്റീവ് കമ്പനീസ്, particularly in sectors like technology, biotech and other high growth industries. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ആൻഡ് പ്രോസസ് ഇന്നോവേഷൻ. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് റിസൾട്ടിങ് ഇൻ എ ന്യൂ ഓർ സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ്ഡ് പ്രോഡക്റ്റ് ദാറ്റ് മീൻസ് കസ്റ്റമർ നീഡ്സ് ഓർ മാർക്കറ്റ് ഡിമാൻഡ്സ്. മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചോ കസ്റ്റമർ നീഡ്സിനനുസരിച്ചോ പ്രൊഡക്റ്റിനെ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരികയും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയൊക്കെ ചെയ്യുക. പ്രൈമർലി അബൌട്ട് ക്രിയേറ്റിംഗ് ന്യൂ പ്രോഡക്ട്സ് ഓർ ഇംപ്രൂവിങ് എക്സിസ്റ്റ് വൺ. ഒന്നില്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ നിലവിലുള്ള ഒന്നിനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, ഒരു ബെറ്റർ പെർഫോമൻസ് ഓഫർ ചെയ്യാം. ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടുക, അതിൻ്റെ അപ്പീൽ കൂട്ടുക, ഫങ്ഷണാലിറ്റി കൂട്ടുക എന്നുള്ളതൊക്കെയാണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡെലിവർ ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിൽ വരുത്തുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സിനെയാണ്. കാരണം കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടും ക്വാളിറ്റി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇൻറ്റേർണൽ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, എഫക്റ്റീവ് ആയിട്ട് എൻ്റെ സർവീസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ഓപ്പറേഷൻസ് ആണ്. നല്ല രീതിയിൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂട്ടുക, നല്ലൊരു ബെറ്റർ മാനുഫാക്ചറിങ് ടെക്നിക്സ് കൊടുക്കുക, വർക്ക് ഫ്ലോ കൊണ്ടുവരിക, ബിസിനസ് ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരുപാട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന കീ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഓൺട്രപ്രണർഷിപ്പ് ആണ്. സംരംഭകത്വം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, പുതിയതായി ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ബിസിനസ് പെർസ്യൂ ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ്, ഇന്നോവേഷൻസ്, ഒരു ഗോൾ ജനറേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം, ഇതിനെയാണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പുതിയ ആശയങ്ങളോ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടാവുക. അതിൽ നല്ല റിസ്ക് ഉണ്ടാവും, പുതിയ റിസോഴ്സുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്യേണ്ടി വരും, വെഞ്ചേഴ്സ് മാനേജ് ചെയ്യുക, പുതിയ പ്രോഡക്റ്റോ സർവീസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ ഐഡിയ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ആൻഡ് ഓൺട്രപ്രണേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹൂ ടേക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലോഞ്ചിങ് ആൻഡ് മാനേജിങ് എ ബിസിനസ് ഓഫൺ വിത്ത് എ വിഷൻ ടു ഡിസ്റപ്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. നിലവിലുള്ള മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു സംരംഭങ്ങൾ വരിക. ഓഫർ സംതിങ് യുണീക്ക് ആയത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ റോൾ പ്ലേയിങ്, എന്താണ് റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് ഓർ ഇൻഡിവിജ്വൽ അസ്യൂം ദാറ്റ് act out of the roles of specific characters or situation to better understand a concept, process or perspective. It is used in various contexts including education, therapy, training and entertainment. റോൾ പ്ലേയിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്ന പ്രോബ്ലം സോൾവിങ് ടെക്നിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഓരോ ഇൻഡിവിജ്വൽസും അസ്യൂം ചെയ്യുന്നത് ആ ഒരു റോള് സ്പെസിഫിക് ക്യാരക്ടേഴ്സ് എന്താണോ അതിനെ നമ്മൾ റോൾ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവോ അതിനെ കൃത്യമായിട്ട് നമ്മൾ റോൾ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റുകൾ, അതായത് എല്ലാ ഫീൽഡിലും ഈ ഒരു റോൾ പ്ലേയിങ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടെക്നിക്കാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ഡിഫൈൻ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ആൻഡ് ഒറിജിനൽ ഐഡിയാസ്. പുതിയ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവിനെ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക, തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ഓർ കമ്പൈനിങ്
എക്സിസ്റ്റിംഗ് നോളജ് ഇൻ നോവൽ വേസ്. നിലവിലുള്ള നോളജിനെ പല മാർഗങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരാളുടെ ഇമാജിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾനെസ് ആയിരിക്കാം, കപ്പാസിറ്റി ടു മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ സീമിംഗ്ലി അൺറിലേറ്റഡ് എലമെൻറ്റ്സ്, പരസ്പര ബന്ധമില്ലാത്ത സാധനങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ഒരു കണക്ഷൻ കൊടുക്കുക എന്നുള്ള അതിനുള്ളൊരു കപ്പാസിറ്റി ആയിരിക്കാം. ക്രിയേറ്റിവിറ്റി ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ഫോംസ്. പലതരത്തിൽ ക്രിയേറ്റിവിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്യാം, സച്ച് ആസ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനിലൂടെ, പ്രോബ്ലം സോൾവിങ്ങിലൂടെ, ഇന്നോവേഷനിലൂടെ, പേഴ്സണൽ ഓർ സോഷ്യൽ എക്സ്പ്രഷനിലൂടെയൊക്കെ ഇത് നമുക്ക് കിട്ടാവുന്നൊരു കാര്യം, ക്രിയേറ്റീവ് ആവാൻ പറ്റും. ഇറ്റ് എനേബിൾസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ടു എൻവിഷൻ പോസിബിലിറ്റീസ് ആൻഡ് ക്രിയേറ്റ് സംതിങ് മീനിങ്ഫുൾ ഓർ യൂസ്ഫുൾ. ഇതിലൂടെ ഓരോ ഇൻഡിവിജ്വൽസിനോ ഗ്രൂപ്പ്സിനോ അവരുടെ പോസിബിലിറ്റീസിനെ എൻവിഷൻ ചെയ്യാനും ആൻഡ് ഒരു മീനിങ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഈസ് ദ ഇന്റേണൽ ഡ്രൈവ് ഓർ ഡിസയർ ടു ടേക്ക് ആക്ഷൻ. ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു ഡിസയർ, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഇമ്പ്രൂവ് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റെം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല തരത്തിലാണ് ഇത് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക, ഇൻക്ലൂഡിങ് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ലൈക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് പാഷൻ. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ലൈക്ക് റിവാർഡ്സ്, റെക്കഗ്നീഷൻ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. പല തരത്തിൽ നിന്നും നമുക്ക് മോട്ടിവേഷൻ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്ന് ഉണ്ടാവാം. മോട്ടിവേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊഡക്ടിവിറ്റി, പെർസിസ്റ്റൻസ് ആൻഡ് സക്സസ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ഫ്രം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടു പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്. ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഒരു പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റിലേക്ക് മാറാനുള്ള ആ ഒരു കഴിവ് തന്നെയാണ് മോട്ടിവേഷൻ്റെ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് ഇൻട്രാപ്രിന്വേഴ്സ്. ആരാണ് ഇൻട്രാപ്രിന്വർ എന്ന് പറഞ്ഞാൽ? ആ ഇൻട്രാപ്രിന്വേഴ്സ് ഓരോരുത്തരും സ്വയം തന്നെ മോട്ടിവേറ്റഡ് ആയ ആളുകളാണ്, പ്രൊആക്റ്റീവ് ആണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് അവരെല്ലാം. ആൻഡ് ഇൻഡിവിജ്വൽസ് ഹൂ ടേക്ക് ദ ഇനീഷ്യേറ്റീവ് ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും സർവീസും ഡെവലപ്പ് ചെയ്യാൻ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് അവർ. കമ്പനീസ് ക്യാൻ ലിവറേജ് ദിയർ എംപ്ലോയീസ് ഓൺട്രപ്രിനോറിയൽ സ്പിരിറ്റ് ബൈ ഫോസ്റ്ററിങ് ഇൻട്രാപ്രിനർഷിപ്പ്. പല കമ്പനികളും അവരുടെ ഇത്തരത്തിലുള്ള കഴിവുകളെയാണ് അവർ വികസിപ്പിച്ചെടുക്കാനും അതേപോലെ തന്നെ ഗ്രേറ്റർ ഇന്നോവേഷനിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എജിലിറ്റി ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രാപ്രിനേഴ്സിനെയാണ് പല പല വലിയ കമ്പനികളും ഹയർ ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഓൺട്രപ്രിനോറിയൽ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓരോ ഓൺട്രപ്രിനർ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിലൊക്കെ. കോമൺലി റെക്കഗ്നൈസ്ഡ് കോമ്പോണൻറ്റ്സ് ഓഫ് ഓൺട്രപ്രിനോറിയൽ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ഫിനാൻസ്, ബിസിനസ് സപ്പോർട്ട്, പബ്ലിക് പോളിസി, മാർക്കറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ, infrastructure and research and development culture, but it is their strength and interconnected whole that determine the health of ecosystem and its capacity to support entrepreneurs. ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് വാട്ട് ആർ പേഴ്സണൽ ക്വാളിറ്റീസ്. എന്തൊക്കെയാണ് പേഴ്സണലി ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റീസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ആട്രിബ്യൂട്ട്സ്, പേഴ്സണൽ ട്രേറ്റ്സ്, അവരുടെ ഐഡൻറ്റിറ്റി. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഓണസ്റ്റി, ഡിപ്പെൻഡബിലിറ്റി, ഹാവിങ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ബീയിങ് ഡിപ്പെൻഡബിൾ. പേഴ്സണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീം വർക്കിലേക്ക്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഡേ ടു ഡേ ഇൻട്രാക്ഷൻസ് അവരുടെ സഹപ്രവർത്തകരായിട്ടും മാനേജേഴ്സുമായിട്ടും ക്ലയൻസുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സ് സെർച്ച് ഫോർ ആൻഡ് വാല്യൂ. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ എ ബിസിനസ് പ്ലാൻ. എന്തിനാണ് ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫോർമൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് എ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്, സേവിങ് ആസ് എ കോംപ്രിഹെൻസീവ് റോഡ് മാപ്പ് ഫോർ ബിസിനസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുള്ള റോഡ് മാപ്പ് ആയിട്ടാണ് ആ ഒരു ബിസിനസ് പ്ലാനിനെ കണക്കാക്കുന്നത്. അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫോർകാസ്റ്റിങ്, അതെല്ലാം അടങ്ങിയ ഒരു ഫോർമലായിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെയാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് വളരെ ക്രൂഷ്യലാണ് വെർ ബൈ എ സ്റ്റാർട്ടപ്പ് ഓർ എൻ ഓഫ് ഷൂട്ട് ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഒരു നിലവിലുള്ള ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനോ ഒരു സ്റ്റാർട്ടപ്പ് പുതുതായി തുടങ്ങാനോ ഒക്കെ ഉള്ള ഈ ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റും 6 മാർക്കാണ്. മാക്സിമം സീലിംഗ് 24 മാർക്കാണ്. ഇനി അതിൽ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ്. ഒരു നല്ല വിജയിയായിട്ടുള്ളൊരു സംരംഭകൻ എന്ന് പറയുന്നവർക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? പുതിയ ദിശയിലേക്ക്, പുതിയ കാര്യങ്ങളിലേക്ക് എത്തിക്കുക, ഓപ്പർച്യൂണിറ്റീനെ സീസ് ചെയ്യുക, അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ്. പിന്നെ വിഷണറി ആയിരിക്കണം, വിഷണറി തിങ്കിങ് ആയ, റെസിലിയൻസ് ആൻഡ് പെർസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക, റിസ്ക് ടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, എന്ത് മാറ്റത്തിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രോങ് വർക്ക് എത്തിക്സ്, ലീഡർഷിപ്പ്, ടീം ബിൽഡിംഗ് സ്കിൽസ്, പാഷൻ, ഡെസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലിറ്ററസി, നെറ്റ്വർക്കിംഗ് സ്കിൽസ്, കസ്റ്റമർ സെൻട്രിക് ഫോക്കസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ്, കമ്മിറ്റ്മെൻറ്റ് ടു ലൈഫ് ലോങ് ലേണിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്യുപ്മെൻറ്റ്. ഇതൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ റോൾ ഓഫ് ഇന്നോവേഷൻ ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റിൽ വേണ്ടതായിട്ടുള്ള ഇന്നോവേഷൻ. നെക്സ്റ്റ്, അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ക്രൂഷ്യൽ റോളാണ് ബിസിനസ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഡ്രൈവിംഗ് ഗ്രോത്ത്, ഇംപ്രൂവിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഫോസ്റ്ററിങ് സസ്റ്റൈനബിലിറ്റി, അങ്ങനെ ചില കീ പോയിന്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മാർക്കറ്റ് ഡിഫറൻഷിയേഷനാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് റവന്യൂ ഗ്രോത്ത്. മാർക്കറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല പ്രോഡക്റ്റുകളും സർവീസും അവരുടെ കോമ്പറ്റേറ്റേഴ്സിന് വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സിന് പുതിയൊരു അപ്പീലിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ടും ഇമ്പ്രൂവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാം, ആൻഡ് ബിസിനസ്സിന് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ഇവോൾവ് ചെയ്യുക, ആൻഡ് ഇന്നോവേഷൻസ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മോർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലോയൽറ്റിയും എൻഹാൻസ് ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവേഷനിലൂടെ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷനായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിനെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസ്, പ്രോസസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യുക, ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റും സർവീസസും ബിസിനസ് മോഡൽസിലൂടെയൊക്കെ ഇന്നോവേഷൻ ഓപ്പൺ അപ്പ് ചെയ്യണം പുതിയൊരു റവന്യൂ സ്ട്രീമിലേക്ക്. ആൻഡ് പ്രൊഡക്റ്റ് ലൈനൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, പുതിയ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാം, ബൂസ്റ്റ് എ കമ്പനീസ് ഇൻകം പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്. ആൻഡ് ഇന്നോവേഷൻ ഇൻറ്റേർണൽ പ്രോസസ്സുകൾ കൊണ്ട് ഓട്ടോമേഷൻ എടുക്കുക, ടെക്നോളജി യൂസ് ചെയ്യുക, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്, മിനിമൈസ് വേസ്റ്റ്, ഓപ്റ്റിമൈസസ് റിസോഴ്സ് അലോക്കേഷൻ, കോൺട്രിബ്യൂട്ടിംഗ് ടു ഹയർ പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെയാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ വരുന്നത്. അഡാപ്റ്റബിലിറ്റി ടു മാർക്കറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്ന ബിസിനസ് എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് അവയെ എളുപ്പം തന്നെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ റെഡി ആവുക, പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ഇന്നോവേഷനിലൂടെ ഒരുപാട് അജൈൽ ആൻഡ് അഡാപ്റ്റഡ് ടു ഷിഫ്റ്റിംഗ് മാർക്കറ്റ് ഡിമാൻഡ്സ്, ട്രെൻഡ്സ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. മാർക്കറ്റിംഗ് ട്രെൻഡ്സും അതേപോലെ തന്നെ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് അഡാപ്റ്റബിലിറ്റി ക്യാൻ എൻഷുർ ലോങ് ടേം സക്സസ്. ടാലൻറ്റ് അട്രാക്ഷൻ ആൻഡ് റിട്ടൻഷൻ. Companies that foster a culture of innovation attract creative, forward thinking talent. കമ്പനീസിന് പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേഷൻ കൾച്ചർ അട്രാക്റ്റ്, കുറച്ചുകൂടി ക്രിയേറ്റീവായി അട്രാക്റ്റ് ചെയ്യുക, ആൻഡ് ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ടാലൻറ്റ്. എംപ്ലോയീസ് ആർ ഓഫൺ മോർ മോട്ടിവേറ്റഡ് ഇൻ ഓർഗനൈസേഷൻസ് ദാറ്റ് എൻകറേജ് ന്യൂ ഐഡിയാസ് ആൻഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇന്നോവേഷൻ ക്യാൻ ഓൾസോ ഫോസ്റ്റർ കൊളാബറേഷൻ വിത്ത് അതർ ഓർഗനൈസേഷൻസ്. വിജയിച്ച് നിൽക്കുന്ന മറ്റുള്ള ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നോവേഷൻ കൊണ്ടുവരിക, പുതിയ സംരംഭങ്ങളിലേക്ക് എത്താം, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാവുക, കൊളാബറേഷൻസ് വിത്ത് സ്റ്റാർട്ടപ്പുകളായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുമായിലേക്ക് ലീഡ് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇന്നോവേറ്റിംഗ് ആൻഡ് ഡൈവേഴ്സിഫൈയിങ് ബിസിനസ് ഓഫറിംഗ്സ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ എ സിംഗിൾ പ്രൊഡക്റ്റ് ഓർ മാർക്കറ്റ്. ദിസ് ഡൈവേഴ്സിഫിക്കേഷൻ മിറ്റിഗേറ്റ് റിസ്ക് ആൻഡ് എൻഷുവേഴ്സ് ലോങ് ടേം സ്റ്റെബിലിറ്റി ഫോർ ദ കമ്പനി. Sustainability and social responsibility. Innovation can drive sustainable practice and socially responsible business models. Business that innovate in green technology, ethical practices, social initiative can improve their reputation and attract conscious consumers.
സസ്റ്റൈനബിൾ ആവുക, നിലനിൽപ്പ്, അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം, ഇതെല്ലാം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്കെയിലബിലിറ്റി, ഇന്നോവേഷൻ എപ്പോഴും ലീഡ് ചെയ്യുന്നത് ബിസിനസ് സൊല്യൂഷൻസ് ദാറ്റ് ആർ മോർ സ്കെയിലബിൾ, അലോയിങ് കമ്പനീസ് ടു ഗ്രോ ഫാസ്റ്റർ വിതൗട്ട് പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. നമ്മുടെ കയ്യിലുള്ള കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ. സ്കെയിലബിൾ ബിസിനസ് മോഡൽസ് എൻഹാൻസ് കുറച്ചും കൂടി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, എസ്പെഷ്യലി ഗ്ലോബൽ മാർക്കറ്റിലേക്കൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. പിന്നെ ഇംപ്രൂവ്ഡ് ഡെസിഷൻ മേക്കിംഗ് ആണ്. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ്, AI പവേർഡ് ടെക്നോളജികൾ, ബിസിനസ് ക്യാൻ മേക്ക് മോർ ഇൻഫോംഡ് ഡെസിഷൻസ്. ഇന്നോവേഷൻ ഇൻ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ബേസ്ഡ് ഓൺ ഡാറ്റ ഡ്രിവൻ ഇൻസൈറ്റ് എൻഹാൻസസ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അത് കൊണ്ടുവരിക. ഇത്രയാണ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണുള്ളത്? പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെവറൽ കീ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. ലീഗലി സൗണ്ട് ആയിരിക്കണം, ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കാം, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്, കോംപ്രിഹെൻസീവ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ഓഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്. ഐഡിയ ജനറേഷൻ ആണ് ഫസ്റ്റ്. ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുക ആൻഡ് ഡെവലപ്പ് ചെയ്യുക ബിസിനസ് പ്ലാൻ. ലീഗൽ സ്ട്രക്ചറും ബിസിനസ് രജിസ്ട്രേഷനും ഒക്കെ നോക്കുക. ഫിനാൻസ് ചെയ്യുക നമ്മുടെ ബിസിനസ്സിന്. സെറ്റിംഗ് ഓപ്പറേഷൻസ് എങ്ങനെ വേണം സെറ്റപ്പ് ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, ആൻഡ് ലോഞ്ച് ദ ബിസിനസ് ആൻഡ് മാനേജ് ആൻഡ് ഗ്രോ ദ ബിസിനസ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഇത്രയാണ് പുതിയൊരു ബിസിനസ്സിലേക്ക് വരുമ്പോഴുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. 14ാമത്തെ പോയിന്റിൽ പറയുന്നത് ലിസ്റ്റ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എങ്ങനെയാണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിയേറ്റിവിറ്റി എപ്പോഴും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് കൺസെപ്റ്റാണ്, പക്ഷേ ഡിസ്റ്റിങ്സ് പ്രോസസ്സുകളും ഔട്ട്കംസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും എന്താണ് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ റിവോൾവ് അറൗണ്ട് ജനറേറ്റിംഗ് പുതിയതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള നോവൽ ഐഡിയാസ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ. മുന്നേ ഇതുപോലത്തെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. രണ്ടും പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. ക്രിയേറ്റിവിറ്റി എപ്പോഴും ഒരു പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും ഇന്നോവേഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആ ഐഡിയാസിനെ യൂസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനും ആൻഡ് ഇംപ്രൂവ് ചെയ്യുക, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ദേ ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്. രണ്ടും നമുക്ക് ഗ്രോത്തിന് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. സയൻസോ ആർട്ടോ ഏത് ഫീൽഡായാലും നമുക്കത് ആവശ്യമാണെന്നുള്ള പറയുന്നത്. ഇൻവോൾവ് റിസ്ക് ടേക്കിംഗ്. രണ്ട് പ്രോസസ്സിലും തീർച്ചയായിട്ടും അറിയാത്ത ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ റിസ്ക് അവിടെ ഉണ്ടായിരിക്കും. വെദർ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ഓർ ഇന്നോവേറ്റിംഗ് ഓൺ ആൻ എക്സിസ്റ്റിംഗ് ഐഡിയ. പുതിയതായിട്ടുള്ള ഐഡിയയോ നിലവിലുള്ള മാറ്റങ്ങളോ. ആൻഡ് ഓപ്പൺ സെൻസ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷനോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അതിലൊരു എക്സ്പെരിമെൻറ്റേഷനും അൺസർട്ടനിറ്റിയും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ആസ്പെക്റ്റുകൾ ഡെഫിനീഷൻ്റെ ബേസിൽ പറയുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ പുതിയത്, ഒറിജിനൽ ഇമാജിനേറ്റീവ് ഐഡിയാസ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിംഗ് ക്രിയേറ്റീവ് ഐഡിയാസ് ഇൻ ടു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ഫോക്കസ് ചെയ്യുന്നത് ഐഡിയ ജനറേഷൻ ഒറിജിനാലിറ്റിയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിലാണ്. ഔട്ട്കം എന്ന് പറയുന്ന ഐഡിയാസ്, കൺസെപ്റ്റ്, പുതിയ സൊല്യൂഷനൊക്കെയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും പ്രോസസ്സും ഇംപ്രൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക. നേച്ചറിൻ്റെ ബേസിൽ പറയുമ്പോൾ തിയററ്റിക്കൽ, അബ്സ്ട്രാക്റ്റ് ഓർ കൺസെപ്റ്റുവലാണ്. ഇവിടെ പ്രാക്ടിക്കൽ, ഫങ്ഷണൽ, ആക്ഷനബിൾ ആണ്. പ്രോസസ്സ് പറയുമ്പോൾ ഇമാജിനേഷനും ബ്രെയിൻ സ്റ്റോമിങ്ങും മെൻ്റൽ എക്സ്പ്ലോറേഷനും വരുന്നുണ്ട്. ഇവിടെ ഇൻവോൾവ്സ് പ്ലാനിങ്, ഡെവലപ്മെൻറ്റ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആയിരിക്കും. സ്കോപ്പ് എന്ന് പറയുന്നത് ക്യാൻ അപ്ലൈ ടു എനി ഫീൽഡ്, ആർട്ട്, ലിറ്ററേച്ചർ, ഡിസൈനിലേക്കൊക്കെ കൊണ്ടുവരാം. പ്രൈമർലി അപ്ലൈഡ് ഇൻ ബിസിനസ്, ടെക്നോളജി, പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ ഇന്നോവേഷൻ വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു പോയം എഴുതുക, അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് ഡിസൈൻ ചെയ്യുക, ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് ഐഡിയ, അതാണ് ക്രിയേറ്റിവിറ്റി. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്യുക, ന്യൂ ബിസിനസ് മോഡൽ കൊണ്ടുവരിക, ന്യൂ ടെക്നോളജി കൊണ്ടുവരിക. ക്രിയേറ്റിവിറ്റി ഡസൻ റിക്വയർ എക്സ്റ്റേണൽ റിസോഴ്സസ് ഒരിക്കലും ആവശ്യമില്ല. അവിടെ കൂടുതൽ ഇൻഡിവിജ്വൽ തോട്ടിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഇന്നോവേഷനിൽ എപ്പോഴും റിസോഴ്സും കൊളാബറേഷനും എക്സിക്യൂഷനും ഒക്കെ അവിടെ ആവശ്യമാണെന്നാണ് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ പറയാം ഡിസ്കസ് ദ റോൾ ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട് ഇൻ ഓൺടർപ്രണർഷിപ്പ്. ഗവൺമെൻറ് സപ്പോർട്ട് എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിലുള്ളവർക്ക് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ക്രിയേറ്റിംഗ് എ ഫേവറബിൾ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്, പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഫോസ്റ്ററിങ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് മാർക്കറ്റ് ആക്സസ് എൻകറേജ് ചെയ്യുക. പ്രൊമോഷണൽ സോഷ്യൽ കൾച്ചറൽ സപ്പോർട്ട്, സ്റ്റിമുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്, എൻഷുറിംഗ് ആക്സസ് ടു നെറ്റ്വർക്കിംഗ് ആൻഡ് പാർട്ട്ണർഷിപ്സ്. ആൻഡ് സെക്ഷൻ സിയിൽ വരുമ്പോൾ 2 essay ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതിയാവും.
വാട്ട് ആർ ദ വേരിയസ് കോമ്പോണൻസ് ഓഫ് എ ബിസിനസ് പ്ലാൻ? ഒരു ബിസിനസ് പ്ലാനിൻ്റെ പല കോമ്പോണൻസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവും സ്ട്രാറ്റജിയും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റും ഒക്കെ അടങ്ങിയ ഡീറ്റെയിൽ ഡോക്യുമെൻ്റ് ആണ്. അതൊരു റോഡ് മാപ്പ് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് സെക്യൂർ ചെയ്യാനും ഫണ്ട് ചെയ്യാനും മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സക്സസ്സിനെ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. കീ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബിസിനസ് പ്ലാനിൽ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടായിരിക്കും, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ, മാർക്കറ്റ് റിസർച്ച്, അനാലിസിസ്, ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ്, പ്രോഡക്ട്സ് ഓർ സർവീസസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി, ഓപ്പറേഷണൽ പ്ലാൻ, ഫിനാൻഷ്യൽ പ്ലാൻ, അപ്പൻഡിക്സ്, ഫണ്ടിംഗ് റിക്വസ്റ്റ് ഇഫ് ആപ്ലിക്കബിൾ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഒരു ബിസിനസ് പോളിസി എന്ന് പറയുന്നത്, പ്ലാൻ എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വികസനവും സംരംഭകത്വവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് രണ്ടും കോംപ്ലെക്സ് ആണ്, മ്യൂച്വലി റീഇൻഫോഴ്സിങ് ആണ്. ഓൺട്രപ്രണർഷിപ്പ് ഒരു വൈറ്റൽ റോളാണ് ഒരു എക്കണോമിക് ഗ്രോത്തിന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇന്നോവേഷൻ ഫോസ്റ്റർ ചെയ്യണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് ഹൗ ഓൺട്രപ്രണർഷിപ്പ് ഇൻഫ്ലുവൻസസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അലോങ് വിത്ത് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദെയർ ഇൻ്റർ കണക്ഷൻ. ഇത്രയും ഫാക്ടേഴ്സുകളെ നിലനിർത്തിക്കൊണ്ട് അവരുടെ ഇൻ്റർ കണക്ഷനിലോടുകൂടി എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം ജോബ് ക്രിയേഷന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്, ഇന്നോവേഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്, ഡൈവേഴ്സിറ്റി ആൻഡ് regional development, improvement of public goods and services. Entrepreneurship has